കുവൈറ്റിൽ ജനറൽ ആന്റി നാർക്കോട്ടിക് വകുപ്പും ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗവും ചേർന്ന് പൗരന്മാരായ 4 പേർ നൂതന സാങ്കേതിക സംവിധാനത്തിൽ നടത്തുന്ന കഞ്ചാവ് ചെടികളുടെ ഫാം കണ്ടെത്തി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു നടപടി. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ജനറൽ ആന്റി നാർക്കോട്ടിക് വകുപ്പും ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറുടെയും സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇവരെ പിടികൂടിയത്. സംശയിക്കപ്പെടുന്നവരെ നിരീക്ഷണത്തിൽ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും പിടികൂടുന്നതിനാവശ്യമായ നിയമപരമായ അനുമതികൾ സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം മയക്കുമരുന്ന് വസ്തുക്കൾ കൈവശം വെച്ചതിനും കൃഷി ചെയ്തതിലും ഉൾപ്പെടെ 4 പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു പ്രതിയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ നൂതന സജ്ജീകരണങ്ങളോട് പ്രവർത്തിക്കുന്ന പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു മയക്കുമരുന്ന് ഫാം കണ്ടെത്തുകയാണുണ്ടായത്. അവിടെ പരിശോധനയിൽ 70-ലധികം നട്ടുപിടിപ്പിച്ച തൈകളും ഏകദേശം 1 കിലോഗ്രാം വിളവെടുത്തതുമായും വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയതുമായ കഞ്ചാവും പിടിച്ചെടുത്തു. പിടിച്ചെടുക്കൽ മയക്കുമരുന്ന് വസ്തുക്കളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് വസതിക്കുള്ളിൽ ഒരു തോക്കും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥന്മാർ വിശദീകരിച്ചു. ഇത് അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഗൗരവം പ്രതിഫലിപ്പിക്കുന്നു. പ്രതികൾ തങ്ങൾക്കെതിരെ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും സമ്മതിക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾക്കൊപ്പം അവരെയും കസ്റ്റഡിയെടുക്കുകയും അവർക്കെതിരെ നിയമപരമായ നടപടികൾക്കായി അധികാരികൾക്ക് റഫർ ചെയ്യുകയും ചെയ്തു. പ്രതിരോധ നടപടികളുടെ പശ്ചാത്തലത്തിൽ പുതിയ നർക്കോട്ടിക് നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഈ സംഭവത്തെ ഗുരുതരമായ കുറ്റകൃത്യമായി തരംതിരിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. ഇത് മയക്കുമരുന്ന് കടത്ത് ഉദ്ദേശത്തോടെ വളർത്തിയതിന് ജീവപര്യന്തം തടവോ വധശിക്ഷയോ വരെയുള്ള കടുത്ത ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.